ഹലോ, AZB അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSC MTS 2025 ഹൗ ടു ക്രാക്ക് ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ? SSC MTS നമ്മുടെ വരാൻ പോകുന്ന എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിലും 2 വർഷമായിട്ടൊക്കെ എക്സാം അല്ലെങ്കിൽ കുറച്ചധികമായിട്ട് എക്സാം എഴുതുന്നവരാണെങ്കിലും എങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മുടെ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാകും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് ഒരു SSC MTS ജോലി കരസ്ഥമാക്കാം എന്നുള്ളത് അല്ലേ? 10ാം ക്ലാസ് യോഗ്യത മാത്രം വേണ്ടിയുള്ള ഈ ജോലി എങ്ങനെ നമുക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഫോം ഫില്ലിംഗ് ഒക്കെ എല്ലാവരും ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ എക്സാം പ്രിപ്പറേഷനിലായിരിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ ഇനിയും ആരെങ്കിലും ഒക്കെ ഈ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യുക. ഇപ്പോഴും ലൈവാണ്, നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാം ഇപ്പോഴും ലൈവാണ്. വീണ്ടും സമയമുണ്ട് എന്ന് നീട്ടി വെക്കാതെ ഫോമുകളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യുക. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ട്രാഫിക്കൊക്കെ ഉണ്ടാകാം, ഡേറ്റ ട്രാഫിക്കൊക്കെ ഉണ്ടാകാം. നമുക്ക് ഫോം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റില്ല, സ്റ്റക്ക് ആകും, മുമ്പോട്ട് പോകാൻ പറ്റില്ല, സൈറ്റ് കിട്ടില്ല, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസിലൊന്നും ചെന്നുപെടാതെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നേരത്തെ എടുത്ത് വെക്കാനുള്ളവർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുക്കുക. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറിയില്ലെങ്കിൽ ആ വീഡിയോസൊക്കെ നിങ്ങൾ നോക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്ത് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ആകും തോറും നമ്മുടെ എക്സാം അടുത്ത് വരും, നമുക്ക് ടെൻഷൻ കൂടും. എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നറിയില്ല. ഇവിടുന്ന് കുറച്ച് എല്ലാം എടുത്തിട്ട് ഒരു അവിയൽ പരുവായിട്ടായിരിക്കും നമ്മൾ എക്സാം ഹാളിൽ പോകുന്നത്. അപ്പോഴേ നമ്മുടെ പകുതി ബോധം പോകും അല്ലേ? സോ ഈ ഒരു പ്രോസസ്സ് പെട്ടെന്ന് ഒതുക്കി തീർക്കുക. ചെയ്തിട്ടില്ലാത്തവരെ ഇന്നിപ്പോൾ ജൂലൈ 11 ആയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊള്ളുക. അപ്പോൾ നമ്മുടെ ഫോം ഫില്ല് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് അറിയാം, ജൂലൈ 24 എന്ന്. ജൂലൈ 11. സോ നമുക്കധികം ഡേറ്റ് ഇല്ല. പെട്ടെന്ന് തന്നെ ഫോംസ് ഫില്ല് ചെയ്യുക. അക്ഷയയിലാണ് പോയി ചെയ്യുന്നതെങ്കിൽ കൂടി ഇരുന്ന് തന്നെ ഫോം ഫില്ല് ചെയ്യുക. നമ്മൾ അവിടെ കുറച്ച് രാവിലെ എല്ലാ ഡീറ്റെയിൽസും കൊണ്ടുവന്നിട്ട് ചേട്ടാ ഞാൻ വൈകിട്ട് വരാം, ആ രീതിയിൽ നിൽക്കരുത്. നിങ്ങൾ കൂടി ഇരുന്ന് തന്നെ നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യുക. ഏതെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ പോലും നമ്മൾ പിന്നെ അതിൻ്റെ പിറകെ, പ്രത്യേകിച്ച് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിറകെ ഓടേണ്ടി വരും. നമ്മുടെ കാൻഡിഡേറ്റ്സ് വരെ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും നിൽക്കാതെ നിങ്ങൾ തന്നെ നിന്ന് നിങ്ങളുടെ ഫോം എല്ലാം ഫില്ല് ചെയ്യുക. എക്സാം ഡേറ്റിന് ഇനിയും ടൈം ഉണ്ട്, പക്ഷേ ഇനി കുറച്ച് ടൈമേ ഉള്ളൂ എന്ന മെൻറ്റാലിറ്റിയിൽ പഠിച്ചു തുടങ്ങുക. ഒക്ടോബർ 24 വരെ എക്സാം ഡേറ്റ് ഉണ്ട്. എന്നാലും ഒക്ടോബർ 20 അങ്ങ് വരെ നിൽക്കാതെ എൻ്റെ എക്സാം സെപ്റ്റംബർ 20 ആ ടൈമിലാണ് എന്ന രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇമ്പോർട്ടൻ്റ് നോക്കേണ്ടത് എന്ന വീഡിയോസ് നമുക്ക് ഉടനെ ചെയ്യാം. ഓരോ സബ്ജക്റ്റിലും ഇന്ന സബ്ജക്റ്റിന് പ്രിഫറൻസ് കൊടുത്ത് ഇതിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ കാണും അല്ലേ? അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇപ്പോഴും പലർക്കും ഡൗട്ടാണ്, 2 സെഷൻ ഉണ്ടോ, അല്ലെങ്കിൽ 2 CBT ഉണ്ടോ, 2 ടെസ്റ്റ് ഉണ്ടോ, 2 ടയർ ഉണ്ടോ എന്നൊക്കെ ഇപ്പോഴും ഡൗട്ട് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ആ MTS എക്സാമിനെ കുറിച്ച് നമ്മൾ ഇത്രയും വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് ഡൗട്ട്സ് ഇപ്പോഴും പലർക്കും ഉണ്ട്. എക്സാം സൈറ്റ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് കറക്റ്റ് ഏതാണ് എന്ന് പോലും അതിൽ പോലും ഡൗട്ട് ഉള്ളവരുണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ, നെഗറ്റീവ് എത്ര മാർക്കാണ് പോകുന്നത്? പല കുട്ടികളും ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ മിസ്സേ, എത്ര മാർക്കാ നെഗറ്റീവ് വരുന്നത്, ഫസ്റ്റ് സെഷനിൽ നെഗറ്റീവ് ഉണ്ടോ, മാർക്ക് കറക്റ്റ് ആൻസർ ആണെങ്കിൽ 1 മാർക്കാണോ കിട്ടുന്നത്? അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ഇപ്പോഴും കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ SSC എക്സാമിൻ്റെ കണ്ടക്റ്റിംഗ് ബോഡി എന്ന് പറയുന്നത് SSC ആണ്. പോസ്റ്റ് MTS അതുപോലെ തന്നെ ഹവൽദാർ പോസ്റ്റ് ഉണ്ട്. രണ്ടും സെപ്പറേറ്റ് പോസ്റ്റുകളാണ്. അപ്പോൾ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ്
ടെസ്റ്റേ ഉള്ളൂ. പിന്നീട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വരുന്നത് ഹവൽദാർ പോസ്റ്റിന് മാത്രമാണ്. MTSന് ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല. അത് ഇപ്പോഴും ഡൗട്ടുള്ള കുട്ടികളുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, MTSന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഇല്ല. ഫിസിക്കൽ ഇല്ല MTSന്. ഹവൽദാർ പോസ്റ്റിനാണ് ഫിസിക്കൽ വരുന്നത്. നമ്മുടെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് സെഷന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, സെക്കൻഡ് സെഷന് മാത്രമാണ് നെഗറ്റീവ് മാർക്ക് ഉള്ളത്. അപ്പോൾ ഒരു ശരി ഉത്തരത്തിന് സെക്കൻഡ് സെഷനിൽ തെറ്റാണെങ്കിൽ 1 മാർക്കാണ് അവിടെ നെഗറ്റീവ് വരുന്നത്. 1 മാർക്കാണ് നെഗറ്റീവ് വരുന്നത്. ശരിക്കും 3 മാർക്കാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് സെഷൻ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ എക്സാം അറ്റൻഡ് ചെയ്യേണ്ട അതും ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് 12 മാർക്ക് മാത്രം മതി ഫസ്റ്റ് സെഷനിൽ, അല്ലേ? റീസണിങ് മാത്സ് സെഷനിൽ 12 മാർക്ക് മാത്രം മതി നിങ്ങൾക്ക് അതിൽ ക്ലിയർ ആവാനായിട്ട്, ആ സെഷൻ ക്ലിയർ ആവാനായിട്ട് ജസ്റ്റ് 12 മാർക്ക് മാത്രം മതി. പക്ഷേ 12 മാർക്കിന് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ മാത്സ്, അതായത് 45 മിനിറ്റ് ഫസ്റ്റ് 2 പാർട്ടിനും കൂടെ നമുക്കുണ്ട്, QAക്കും റീസണിങ്. അപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് QAക്ക് നിങ്ങൾക്കൊരു 20 ക്വസ്റ്റ്യൻ ആണ് ഉള്ളതെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് 7 ചെയ്യാൻ പറ്റുന്നുള്ളൂ, അപ്പം അത് അറ്റൻഡ് ചെയ്യുക. 7 മുതൽ 10 വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത്രയും അറ്റൻഡ് ചെയ്യുക. റീസണിങ് കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ അറ്റംപ്റ്റ് എവിടെ കൊടുക്കാം? റീസണിങ്ങിന് കൊടുക്കുക, അല്ലേ? റീസണിങ് ഒരു 12 മുതൽ 15 വരെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പം തന്നെ അത്യാവശ്യം നിങ്ങൾ 19 മുതൽ 25 വരെ മാർക്ക്, അപ് ടു 25 മാർക്ക് വരെ ഫസ്റ്റ് സെഷനിൽ നിങ്ങൾക്ക് കിട്ടും, അല്ലേ? നെഗറ്റീവ് ഇല്ല, ഫസ്റ്റ് സെഷനിൽ നെഗറ്റീവ് ഇല്ല. അത് നിങ്ങളുടെ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം, ഫസ്റ്റ് സെഷനിൽ നെഗറ്റീവ് ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ആ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്രാക്ക് ചെയ്യാം എന്ന് ഏത് രീതിയിൽ പഠിക്കണം, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് സെഷന് നെഗറ്റീവ് ഇല്ല, മാക്സിമം അറ്റംപ്റ്റ് ആ 45 മിനിറ്റിൽ നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ മുമ്പിൽ തന്നെ 45 മിനിറ്റ് ആകുമ്പോൾ സ്ക്രീൻ ഓട്ടോമായിട്ട് അടുത്ത സെഷനിലോട്ട് പോകും. സെക്കൻഡ് സെഷനിൽ നിങ്ങൾക്ക് ഓർമ്മ വേണം, നെഗറ്റീവ് മാർക്സ് ഉണ്ട്, ഒരു നെഗറ്റീവ് സെക്കൻഡ് സെഷനിലുണ്ട്. സോ അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. അപ്പോൾ 1 മാർക്ക് നെഗറ്റീവ് ഉണ്ട്, ശരിക്ക് 3 മാർക്ക് ഉണ്ട്. അപ്പോൾ മൊത്തം 150 മാർക്കിലായിരിക്കും. 150 മാർക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങളുടെ കട്ട് ഓഫ് വരുന്നത്, കഴിഞ്ഞ വർഷങ്ങളിലെ കട്ട് ഓഫ് 130നും 140നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാക്സിമം വന്നിട്ടുള്ളത്. സോ അത് നിങ്ങൾക്ക് ഓർമ്മ വേണം, നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അത്രയും സ്കോർ നമുക്ക് അടുത്ത സെഷനിൽ എടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? നിങ്ങളുടെ ഫസ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം അറ്റൻഡ് ചെയ്യുക. രണ്ടാമത്തെ സെഷൻ നിങ്ങളുടെ GK സെഷനും നിങ്ങളുടെ ഇംഗ്ലീഷ് സെഷനും. അപ്പോൾ GKയിൽ നിങ്ങൾക്ക് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? 100% മാർക്ക് GKക്ക് വാങ്ങാൻ അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ഭാഗ്യവശാൽ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ ശരിയാണ്, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ GK ഫുള്ള് കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം കടലോളം കിടക്കുകയാണ് GK. പക്ഷേ നിങ്ങൾക്കൊരു 85 to 90% നിങ്ങൾ PYQs റെഫർ ചെയ്താൽ തന്നെ, PYQ വെച്ച് പഠിച്ചാൽ തന്നെ GKക്ക് ഒരു 85-90% നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. GK കൂടുതലും മുൻ വർഷങ്ങളിൽ നിന്നുള്ള ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയതിന് ശേഷം GK കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക. അപ്പം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു 85 to 90% നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും 100% നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. 100% മാർക്സും ഇംഗ്ലീഷിൽ നിന്നും സ്കോർ ചെയ്യാൻ ട്രൈ ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡെയിലി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടാൻ പോകുന്നത്, നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു എന്നതിലിരിക്കും. അപ്പോൾ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നവർ 2 ടൈപ്പ് ഉണ്ടാകും, അല്ലേ? ഫ്രഷറായിട്ട് ബിഗിനേഴ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ റിപ്പീറ്റേഴ്സ് ഉണ്ടാകും. 2 ടൈപ്പ് ആളുകളാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്, ബിഗിനേഴ്സും അതുപോലെ തന്നെ റിപ്പീറ്റേഴ്സ് ബാച്ചും. അപ്പോൾ ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പം തന്നെ, അതായത് നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നിങ്ങൾ ആദ്യം എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകണം, നിങ്ങൾക്ക് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം ആ ഒരു മണിക്കൂർ നിങ്ങൾ PYQസിന് കൊടുത്തിട്ട് ഡെയിലി PYQs ചെയ്ത് നോക്കുക. കാരണം പ്രീവിയസ് ഇയർ നമ്മുടെ GK ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, GK ക്വസ്റ്റ്യൻസ് മിക്കതും വരുന്നത് പ്രീവിയസ് ഇയർ ടോപ്പിക്കിൽ നിന്ന് ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് വരുന്ന ടോപ്പിക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് GK ക്വസ്റ്റ്യൻസ് കൂടുതലും വന്നിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നോക്കുക, ബിഗിനേഴ്സ് മാത്സ്. കാരണം ഇനി നമുക്ക് ഒരുപാട് ടൈം ഇല്ല. ഡെയിലി കുറച്ച് പോർഷൻസ് വെച്ച് QA റീസണിങ് ഒരു സൈഡിൽ മാറ്റിയിട്ട് PYQs മാക്സിമം നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ റിപ്പീറ്റേഴ്സ് എപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത്? കാരണം നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാതെ നിങ്ങളത് നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. സോ റിപ്പീറ്റേഴ്സ് മാക്സിമം ഒരു മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് 1 hour എന്ത് ചെയ്യുക? ക്വിസസ് അറ്റൻഡ് ചെയ്യുക, PYQs ചെയ്ത് നോക്കുക. ആ ഒരു പാറ്റേണിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വരുന്ന എക്സാം നിങ്ങൾ എന്തായാലും ക്രാക്ക് ചെയ്തിരിക്കും. ബിഗിനേഴ്സ് ഈ ഒരു സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യുക. PYQs മാക്സിമം ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ റിപ്പീറ്റേഴ്സ് നിങ്ങളുടെ കണ്ടിന്യൂസ് പഠിക്കുന്നതല്ലാണ്, ബട്ട് പഠിത്തം ഒന്ന് ബ്രേക്ക് കൊടുക്കുക. PYQs 1 മണിക്കൂർ PYQ, പിന്നെ 1 മണിക്കൂർ നിങ്ങളുടെ അതിൻ്റെ അനാലിസിസ് പോകുക, വീണ്ടും 1 മണിക്കൂർ PYQ. ആ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രാറ്റജി ആ ഒരു രീതിയിലാക്കി നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഈ വർഷം എന്തായാലും ജോലി കിട്ടും. നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ ജോലി നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് GKക്ക് മാക്സിമം സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ GK മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും മുൻ വർഷങ്ങളിലെ ചോദ്യം ബേസ് ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ PYQs മസ്റ്റായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരുപാട് പ്രാവശ്യം PYQ എന്ന് എടുത്ത് പറയുന്നത് PYQsന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ PYQs ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഒരു ഫോമാറ്റിലാവുകയുള്ളൂ. മാക്സിമം PYQs ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഈ പ്രാവശ്യം ജോലി കിട്ടിയിരിക്കും. അത് ഷുവറായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രാവശ്യം നല്ല രീതിയിൽ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റട്ടെ, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും എക്സാമൊക്കെ എളുപ്പമായിരിക്കട്ടെ. താങ്ക് യു.